ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാതത്തിൻ്റെ നല്ല വന്ദനം നേരുന്നു. വചനപ്പൊരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം നേടുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിലെ വലിയ നെട്ടോട്ടങ്ങളും എല്ലാം എങ്ങനെ അനുഗ്രഹം നേടാം എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ട്യൂഷന് പോകുന്നത് തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കണക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ അതിന് എളുപ്പത്തിലുള്ള മാർഗം കണ്ടെത്തുവാനാണ് പലപ്പോഴും ഞാനൊക്കെ ട്യൂഷൻ സെൻറ്ററിൽ പോയിരുന്നത്. എന്നതുപോലെ തന്നെ എങ്ങനെയാണ് എളുപ്പത്തിൽ ദൈവത്തിന് അനുഗ്രഹം കൈപ്പറ്റുവാൻ സാധിക്കുക എന്നുള്ള ചിന്ത എന്നെ എത്തിച്ചത് സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 22 തൊട്ടുള്ള വചനഭാഗത്താണ്. അവിടെ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹ്റോനോടും പുത്രന്മാരോടും നീ പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. ദൈവത്തിന് അനുഗ്രഹം വാങ്ങുവാൻ നമുക്ക് ഏറ്റവും എളുപ്പമായ മാർഗം നമ്മുടെ പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ അനുഗ്രഹം കൈപ്പറ്റുക എന്നുള്ളതാണ്. വിശുദ്ധ കുർബാനയിൽ പോലും 4 പ്രാവശ്യത്തോളം ഒരു പുരോഹിതൻ ദർഗായിൽ നിന്ന് കാലിറക്കി വെച്ച് പുരോഹിത ജനത്തെ അനുഗ്രഹിക്കുന്നുണ്ട്, അവരെ ആശീർവദിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഭവന കൂദാശകളിലൂടെ നമ്മുടെ പുരോഹിതർ നമ്മുടെ ഭവനത്തിൽ കടന്നു വന്ന് നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്രകാരം ഓരോ പുരോഹിതൻ്റെയും ആശീർവാദം ഏറ്റുവാങ്ങുന്നതിലൂടെ ദൈവമായ കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാനും ഹൃദയ കണ്ടുകൊണ്ട് അവയെ കാണുവാനും നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് ഓരോ പുരോഹിത ആശീർവാദത്തോടെ അനുഗ്രഹങ്ങൾ കൈപ്പറ്റുവാൻ ദൈവം സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.